ഇങ്ങനെയൊന്ന് മീൻകറി വെച്ച് നോക്കൂ, എത്ര കഴിച്ചാലും മതിയല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഞാൻ ഇന്നൊരു സിമ്പിൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ മീൻകറിക്ക് എടുത്തിട്ടുള്ളത് ആവോലി മീനാണ്. നമുക്ക് ഏത് മീൻ വെച്ചും ഈ ഒരു കറി ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ തേങ്ങ അരച്ചാണ് മീൻ കറി വയ്ക്കുന്നത്. മുളക് പൊടി, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായി മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. എപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ ഈ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് ആ പുളിയും ഉപ്പും ഒക്കെ അതിലിറങ്ങിയതിന് ശേഷം നമുക്ക് മീൻ അതിലിടുന്നതായിരിക്കും ടേസ്റ്റ്. നല്ലപോലെ മീനിൻ്റെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഏത് മീൻ വെച്ച് നമുക്ക് ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി വയ്ക്കാവുന്നതാണ്. ഇതുപോലൊരു മീൻകറി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും മീൻകറി വെക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മീൻകറിക്ക്. നല്ല കുറുകിയ ചാറോടുള്ള ഒരു മീൻകറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈ ഒരു മീനും ഈ അരപ്പും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലൊന്ന് വെന്ത് വരാറാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. അതും പഴുത്ത തക്കാളി ആയാലും പച്ച തക്കാളി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഈ ഒരു കറി നല്ലപോലെ ഏകദേശം പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി നല്ലപോലെ എണ്ണയ്ക്കിടുന്നൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മീൻകറിക്ക് മഞ്ഞ കളറ് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ചുവന്ന കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ മുളക് പൊടിയും കൂടി ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ അരച്ച കറികൾക്കൊക്കെ ഏറ്റവും ലാസ്റ്റ് കടുക് വറുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് മുളക് പൊടി ഇങ്ങനെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. മീൻകറിക്ക് മാത്രമല്ല പച്ചക്കറികൾക്കായാലും മോരുകറിക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഈ ഒരു മീൻകറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മീൻകറിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു മീൻകറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നമുക്ക് ഈ ഒരു മീൻകറിയുടെ കൂടെ വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള മീൻകറിയാണ്. ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാൻ പറ്റും. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു മീൻകറി ട്രൈ ചെയ്ത് നോക്കൂ. എത്ര കഴിച്ചാലും മതി വരില്ല. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.